ഹായ്, ഇന്ന് നമുക്കൊരു പൊടി ഉണ്ടാക്കാം. നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് മുടിക്കൊക്കെ ഉള്ളിൽ നിന്ന് ബലം നൽകുന്ന ഒരു സ്പെഷ്യൽ പൊടിയാണ് ഇത്. ദോശയ്ക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. പൊടി കൂടുതൽ നാൾ ഫ്രഷ് ആയിട്ടിരിക്കാൻ നല്ലെണ്ണ തന്നെ എടുത്താൽ മതി കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ വലിയ അല്ലി വെളുത്തുള്ളി ഒരു 20 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം. എല്ലാതും നന്നായിട്ട് റോസ്റ്റ് ആവണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് എണ്ണയിൽ റോസ്റ്റ് ചെയ്യാം. ഇത് നല്ലപോലെ തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഉരുളിയിൽ നിന്ന് മാറ്റി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കാം. ഒരു കഷ്ണം കായം ഇതുപോലെ പൊടിച്ചെടുത്തതാണ്, 1/2 ടേബിൾ സ്പൂൺ അളവുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എണ്ണയിലേക്ക് കായം ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം. കായം ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളക് ചേർക്കണം. അപ്പോൾ 8 ഉണക്കമുളകാണ് എടുത്തത്. ഇത് അധികം എരിവില്ല, നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ എടുത്താൽ മതി. കാശ്മീരി ചില്ലി ആണെങ്കിൽ 10-12 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ വാളം പുളിയും ചേർത്ത് കൊടുക്കണം. ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാതും പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഉരുളിയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി റോസ്റ്റ് ചെയ്യാനുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില വേണം. ഇല ഉതിർത്ത ശേഷം 3 കപ്പ് അളവിന് എടുക്കാം, അല്ലെങ്കിൽ ഒരു 10 കൈപ്പിടി ആയിട്ടൊക്കെ എടുക്കാം കേട്ടോ. കറിവേപ്പില നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളം മാറിയിട്ട് വേണം എടുക്കാൻ. കഴുകിയിട്ട് നല്ലൊരു തുണിയോ തോർത്തോ കൊണ്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതും പാത്രത്തിലേക്കിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കറിവേപ്പില പുറമേ ഉപയോഗിക്കാനായാലും ഉള്ളിൽ കഴിക്കാനായാലും നമ്മുടെ മുടിക്കും ശരീരത്തിനൊക്കെ അത്രയും നല്ലതാണ്. കഴിക്കുന്നത് കൊണ്ടും തിക്കായിട്ടുള്ള ബ്ലാക്ക് ഹെയർ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല ക്രിസ്പി ആവുന്ന പോലെ റോസ്റ്റ് ചെയ്യണം. കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് വേണ്ടത്. ഇങ്ങനെ റെഡിയായിട്ട് ഇതും മാറ്റി വയ്ക്കാം. ഇതിൽ അല്പം എണ്ണമയുണ്ട്. ഇതിലേക്ക് തന്നെ 1/4 കപ്പ് ഉഴുന്ന് ചേർക്കണം. ഒന്ന് ചൂടാക്കിയിട്ട് ഉഴുന്നെടുത്ത അളവിന് ലേശം കുറവായിട്ട് കടലപ്പരിപ്പ് ചേർക്കണം. രണ്ടും വറുത്തെടുക്കുക കേട്ടോ. ഇത് ഏകദേശം ഒരുപോലെ തന്നെ റോസ്റ്റ് ആയിട്ട് വരും. വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇളം ബ്രൗൺ കളറിലേക്ക് ആകുമ്പോൾ ഈ ഒരു അളവിന് തന്നെ വറുത്ത നിലക്കടല ചേർത്ത് കൊടുക്കാം. നിലക്കടല ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ്, അപ്പോൾ ഒന്ന് ചൂടായി വന്നാൽ മതി. ഉഴുന്നും കടലപ്പരിപ്പും എല്ലാം പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ വറുത്ത് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം ഒരുമിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് പൊടിച്ചെടുക്കണം. ചെറിയ ചൂടിൽ തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ കറിവേപ്പില ചട്നിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ചോറിന് കഴിക്കാം, അല്ലെങ്കിൽ ചിരകിയ തേങ്ങയിലേക്ക് ഈ പൊടി ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കറിവേപ്പില പൊടി വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.